നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നതല്ലേ. എല്ലാ ദിവസവും നമ്മൾ രാവിലെ എണീക്കുമെന്ന് വിചാരിക്കും, പക്ഷെ അത് കഴിയാറില്ല. എങ്ങനെയാണ് മോർണിംഗ് നേരത്തെ എണീക്കുന്നതെന്ന് പറയുന്നതിന് മുമ്പേ എന്തിന് നമ്മൾ നേരത്തെ എണീക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് നമ്മൾ നേരത്തെ എണീക്കണം, മറ്റുള്ളവരെക്കാൾ നമ്മൾ നേരത്തെ എണീറ്റ് എന്തൊക്കെയാണ് ഉപയോഗങ്ങളുള്ളത്, ആദ്യം അത് ഫസ്റ്റ് നമുക്ക് നോക്കിയിട്ട് പിന്നെ എങ്ങനെയാണ് എണീക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഫുൾ ഓഫ് കോമ്പറ്റീഷൻ ആണ്. ഒരു കോമ്പറ്റീഷൻ ജയിക്കുന്നതിൽ തന്നെ നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും. കൂടുതൽ എഫേർട്ട് ഇടണമെങ്കിൽ കൂടുതൽ ടൈം നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടി. മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എഫേർട്ട് നമ്മൾ ഇടണം, എന്നാലേ ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റും. ഇപ്പോൾ ഒരാൾ 10 മണിക്ക് എണീക്കുന്നു, അതേസമയം നമ്മളൊരു 5 മണിക്ക് എണീറ്റാൽ ഒരു ദിവസം തന്നെ നിങ്ങൾക്കൊരു എക്സ്ട്രാ 5 അവർ കിട്ടും. ഇതുപോലെ ഒരു ദിവസം, 2 ദിവസം, 1 മാസം, 1 വർഷമൊക്കെ ആകുമ്പോൾ ആ കോമ്പറ്റീഷൻ ആരും തന്നെ കാണും. നിങ്ങൾ പല മണിക്കൂർ മറ്റുള്ളവരെക്കാളും മുന്നിലായി. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നേരത്തെ എണീക്കാൻ തോന്നും, കൂടുതൽ വർക്ക് ഇടാൻ തോന്നും, നിങ്ങൾ കൂടുതൽ ലൈഫിൽ കൂടുതൽ സക്സസ്ഫുൾ ആകും. ഇത്രയും ചെയ്തു തരുന്നത് എനിക്ക് നിങ്ങൾ എന്താണ് തരുന്നത്. വെൽക്കം ടു ദി 5 AM ക്ലബ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഡേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഒരു ഡേ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് തുടങ്ങണം. നമ്പർ 1 എന്ന് പറയുന്നത് യൂസ് 20-20-20 റൂൾ. നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ 95% ആൾക്കാർ ചെയ്യുന്നത് നമ്മൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ പ്രൊഡക്റ്റീവായി ഇരിക്കണമെങ്കിൽ മറ്റുള്ളവർ എന്തൊക്കെയാണോ ചെയ്യുന്നത്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എന്തൊക്കെയാണോ ചെയ്യുന്നത്, അതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. 5 AM ക്ലബ് എന്ന് പറഞ്ഞ ഒരു ബുക്കിൽ ഈ 20-20-20 റൂളിനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് 20 മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ മോർണിംഗ് വർക്കൗട്ടിന് വേണ്ടിയിട്ടാണ്. രാവിലെ വർക്കൗട്ട് ചെയ്യുന്നത് കാരണം നിങ്ങൾ സ്വെറ്റ് ആവും, കൂടുതൽ ആക്റ്റീവ് ആവും, നിങ്ങളുടെ ബോഡി റെസ്റ്റിൽ നിന്നും ആക്റ്റീവായ ഒരു ഫോമിലാണ്. മിനിമം 20 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്തിരിക്കും. ഒരിക്കലും ടൈമില്ലെന്ന് പറയുന്നത്. വേൾഡ്സ് മസ്റ്റ് ബിസിനസ്മാൻ വരെ അവരെ വർക്കൗട്ടിന് വേണ്ടി അവർ ടൈം ഒതുക്കി വയ്ക്കുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. ഫസ്റ്റ് 20 മിനിറ്റ്സ് ഫോർ അവർ ബോഡി, നമ്മൾ ബോഡി ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള ആ ഡേ ഫുള്ളും പ്രൊഡക്റ്റീവായിരിക്കാൻ വേണ്ടിയിട്ടും ആക്റ്റീവായിരിക്കാൻ വേണ്ടിയിട്ടും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് 20 മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡിന് വേണ്ടി, നിങ്ങളുടെ മൈൻഡ് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് 20 മിനിറ്റ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ജേർണലിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം, നിങ്ങൾ അന്നത്തെ ഡേ പ്ലാൻ ചെയ്യാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഒരു ഗോൾ സെറ്റ് ചെയ്യാം. ഒരു ഗോളില്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യില്ല. നമുക്കൊരു ഗോളും ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യും? ഇല്ല, ചെയ്യില്ല. ഒരു ഗോൾ സെറ്റ് ചെയ്താലേ നമുക്ക് അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഒരുപാട് വഴികളിൽ നിന്നും മൈൻഡിനെ ക്ലിയർ ആക്കാനും മൈൻഡിനെ ആക്റ്റീവ് ആക്കാനും വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. നെക്സ്റ്റ് 20 മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ സ്മാർട്ട്നെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. സ്മാർട്ട് ആവാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? ബുക്ക് വായിക്കാം, പോഡ്കാസ്റ്റ് കേൾക്കാം, ഓഡിയോ ബുക്ക് കേൾക്കാം. നിങ്ങളുടെ കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. ഇതിനുവേണ്ടി നിങ്ങൾ ഒരു പൈസ മുടക്കണ്ട. എല്ലാ ബുക്കും ഓൺലൈനിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫ്രീ ഓഡിയോ ബുക്ക് കിട്ടും യൂട്യൂബിൽ. നിങ്ങൾക്ക് യൂസ്ഫുൾ പോഡ്കാസ്റ്റുകൾ കിട്ടും. ഒരു ദിവസം നിങ്ങൾ സ്മാർട്ട് ആവാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ചൂസ് ചെയ്ത് അത് ഡെയിലി ചെയ്യാൻ നോക്കും. ഈ ഫസ്റ്റ് 22 ഡേയ്സ് ആണ് വളരെ ടഫസ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ഒരു ഹാബിറ്റ് സിസ്റ്റത്തിൽ അഡാപ്റ്റ് ആയിരിക്കുന്നത്. അത് ബ്രേക്ക് ചെയ്ത് ഈ പുതിയ ഹാബിറ്റ് കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് വളരെ ടഫാണ്. പക്ഷേ എങ്ങനെ ഒരു ഹാബിറ്റ് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ ഹാബിറ്റ് സ്റ്റാക്കിങ് ഉപയോഗിക്കാം. കുറേ ഈസി മെത്തേഡ്സ് ഉണ്ട്. നെക്സ്റ്റ് 22 ഡേയ്സ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജിലാണ് കുറേ പേര് പിന്മാറുന്നത്. കാരണം ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കുറേ എഫേർട്ട് ഇടുന്നുണ്ടാവും, പക്ഷേ റിസൾട്ട് കിട്ടുന്നുണ്ടാവില്ല. ഇത് കാരണം കുറേ പേര് ക്വിറ്റ് ചെയ്യും. ഈ ഒരു 22 ഡേയ്സാണ് നമ്മൾ വളരെ പേഷ്യൻ്റ് ആയിരിക്കേണ്ടത്. നമ്മൾ കൂടുതൽ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കണം. ബട്ട് ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ അടുത്ത നെക്സ്റ്റ് 22 ഡേയ്സ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. കാരണം നമ്മൾ ഈ ഒരു ഹാബിറ്റിൽ അഡാപ്റ്റ് ആയി കാണും. അതുകൊണ്ട് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. നമ്പർ 3, പേഴ്സണൽ മൈൻഡ് പ്രാക്ടീസ്. സത്യത്തിൽ നമ്മളെ മറ്റുള്ളവരിൽ നിന്നും യൂണീക്കാക്കുന്നത് എന്താണ്? നമ്മുടെ തോട്ട്സ്, നമ്മുടെ ചിന്തകളാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അതായിരിക്കും നമ്മളും നെഗറ്റീവായിരിക്കും. നമ്മൾ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മളും പോസിറ്റീവായിരിക്കും. നമ്മുടെ തോട്ട്സും പോസിറ്റീവായിരിക്കും. നമ്മൾ ചുറ്റും പോസിറ്റീവ് ആക്കാൻ നോക്കുക. പോസിറ്റീവായ ആൾക്കാരോട് സംസാരിക്കുക, പോസിറ്റീവായിട്ട് സംസാരിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നമ്മൾ ആരാണ്, എന്താണെന്നുള്ളത് ആദ്യം ഫൈൻഡ് ചെയ്യുക. നമ്മുടെ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുക. കുറേ പേര് ഹെൽത്തിനൊന്നും പ്രയോറിറ്റി കൊടുക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നതല്ല നമുക്ക് ചെയ്യുന്നെങ്കിൽ പോലും നമ്മൾ ഹെൽത്തി ആയിരിക്കണം. അതുകൊണ്ട് ഹെൽത്തിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ഫൈൻഡ് ചെയ്യുക. നിങ്ങൾ ആരാണ്, നിങ്ങളെ ഇൻട്രസ്റ്റ് എന്താണ്, നിങ്ങൾക്ക് എന്താവണം, നിങ്ങളുടെ ഡ്രീം എന്താണ്, ആദ്യം ചിന്തിക്കാൻ പഠിക്കുക, സ്വപ്നം കാണാൻ പഠിക്കുക. നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ മാത്രമേ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഡ്രീം എന്താണ് കണ്ടുപിടിക്കുക, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക. കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്പർ 4, സത്യത്തിൽ ഇതാണ് രാവിലെ എണീക്കാനുള്ള ബെസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. സ്ലീപ്പ് എയർലി. കുറേ പേർക്ക് രാവിലെ എണീക്കണം, പക്ഷെ നേരത്തെ കിടക്കാറില്ല. നിങ്ങൾ ലേറ്റായിട്ട് കിടന്നിട്ട് ഒരു ദിവസം മോർണിംഗ് എണീറ്റാൽ പോലും നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് മോർണിംഗ് എണീക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് നല്ലൊരു സ്ലീപ്പ് റൂട്ടീൻ ഇല്ലാത്തതുകൊണ്ട്. ഫസ്റ്റ് ഫിക്സ് യുവർ സ്ലീപ്പിംഗ് ടൈം.
നിങ്ങൾ സ്ലീപ്പിംഗ് ടൈം ഫിക്സ് ചെയ്യുക. എല്ലാ ദിവസവും ഒരേ സമയത്ത് കിടന്ന് ഒരേ സമയത്ത് എണീക്കാൻ നോക്കുക. എനിക്കറിയാം കുറേ പേർക്ക് രാവിലെ എണീക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. കുറേ പേർക്ക് കിടന്നാൽ നേരത്തെ ഉറക്കം വരാറില്ല. അതിന് കാരണവും നിങ്ങളാണ്. നിങ്ങൾക്ക് നല്ലൊരു സ്ലീപ്പ് റൂട്ടീൻ ഇല്ലാത്തത് കൊണ്ടാണ്. കിടക്കുന്നതിന് ഒരു 30 മിനിറ്റ്സ് മുന്നേ തന്നെ ഫോണൊക്കെ മാറ്റി വയ്ക്കുക. ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഫുള്ളും മാറ്റുക. കാരണം അതിൽ നിന്ന് വരുന്ന ബ്ലൂ റേസ് നിങ്ങളെ കണ്ണിലെ കൂടുതൽ സ്ട്രെയിൻ ആക്കും, കൂടുതൽ ആക്റ്റീവ് ആക്കും. അതുകൊണ്ട് ഇലക്ട്രോണിക്സ് ഒക്കെ മാറ്റി വയ്ക്കുക. കിടക്കുന്നതിന് മുമ്പേ ഫ്രഷ് ആയിട്ട് കിടക്കാൻ നോക്കുക. അത് നിങ്ങൾ കൂടുതൽ സ്ലീപ്പ് കിട്ടാൻ അത് ഉപകരിക്കും. എനിക്കറിയാം ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ടഫാണ്. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യാനാണ് ഭയങ്കര ടഫ് എന്ന് പറയുന്നത്. വൺസ് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ ആ ഒരു ഹാബിറ്റിൽ അഡാപ്റ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഡെയിലി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നോക്കുക. ലൈഫിൽ സക്സസ്ഫുൾ ആവുക. ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും മാറ്റി വയ്ക്കരുത്. നമ്മളൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അതിനെ മാറ്റി വയ്ക്കാൻ നമ്മൾ മൈൻഡ് ശ്രമിക്കും. നമ്മളതിന് എഫേർട്ട് ഇടാതിരിക്കാൻ വേണ്ടി നമ്മൾ മൈൻഡ് നോക്കും. അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ആയെന്ന് വിചാരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. See you. Do what you love. Stay happy. Life from boy one.